നോക്കി കൊമ്പും തലയും നോക്കി ഇതേമാതിരിയുള്ള പോത്തും കുട്ടി ഇവിടുന്ന് കിട്ടുക. ആ 31 വേനി അല്ലേ? നോക്കി ഒക്കെ നോക്കിയിട്ട് എടുത്താൽ മതി. കൊമ്പും തലയും ഒക്കെ നോക്കിയിട്ട് എടുത്താൽ മതി. ഈ പോത്തും കുട്ടി നോക്കി അതരൂല. ഇന്നെ കൊടുക്കൂല. ഞാൻ പോയില്ല. ഞാൻ പോയില്ല കേട്ടോ. ഇച്ചപ്പോ ഇവിടെ കച്ചവടം ചെയ്യണേ. കച്ചവടം ചെയ്യാതെ കളിയില്ലല്ലോ. മിൽഹാൻ. കോഴിണ്ട്, കിനിക്കോയിണ്ട്, ലോ ബേർഡ്സ് ഉണ്ട്, പിന്നെ ആട്, പോത്ത്, തത്തമ്മ, കിളി, കോഴി ഒക്കെ ഉണ്ട്. വാട്സപ്പിലിടും, ആൾക്കാർ വരും. ഇവിടെ ഒരു ദിവസം ഇവിടെ അടുത്ത് പഠിക്കുള്ളവർ വന്നിരുന്നു. കരീമാക്കിന് പേര്. 2 കോഴിക്കളുണ്ടായി. പിന്നല്ലാതെ അത് 1.5 കൂടുമ്പോ ആൾക്കാർ വരും. ഇതിനെ വിൽക്കുമ്പോ ഞാൻ വാങ്ങും. ശരി 100 റുപ്യ വിട്ടത് എടുക്കൂല. കരീമാക്ക 2 കോഴിക്കളയും വാങ്ങി, കിനിക്കോയിനും വാങ്ങി, പിന്നെ ഒരു തത്തമ്മ ഉണ്ടായിരുന്നു. അതിനെ ഉമ്മ കൊടുക്കാൻ പറഞ്ഞിട്ടേ അതിനെ ഫ്രീ ആയിട്ട് കൊടുത്ത. പിന്നെ പൂച്ചണ്ട്. അത് ഇത് വാങ്ങി. കോഴി 3-4 കുട്ടികള്. ഇത് നമ്മള് 32 വെച്ചു. ലാസ്റ്റത്തെ നമുക്ക് ചില്ലറ കുറച്ച് കൊടുക്കാം. നമ്മുടെ അടുത്ത് ഇപ്പൊ 10 പോത്തും കുട്ടിയുണ്ട്. ഒക്കെ പാടെ കൂട്ടാണെങ്കിൽ 10 എണ്ണം. പോത്തിട്ട് 1, 2, 3, 10. ഇങ്ങനെ 10 എണ്ണം ഉണ്ട്. അവിടെ ചെറിയ വ്യത്യാസമുള്ളുണ്ട്. പിന്നെ ഇവിടെ അത്യാവശ്യം വലുപ്പമുള്ള. രാവിലെ സുബൈക്ക് ഒരു 5:30-6 മണിയാകുമ്പോൾ ഇവിടെ എത്തും. പിന്നെ ഓല് വരണമെങ്കിൽ 6:30-7 മണിയാവും. നമ്മളെ കച്ചവടക്കാർ, ഞാൻ പോത്തിനെയും കൊണ്ടുവരും, കച്ചവടക്കാർ വേറെയും കൊണ്ടുവരും. ഞാനെത്തുമ്പോൾ 5:30-6 മണി 6:30 ആവും എത്തും. അപ്പോൾ ഇപ്പോൾ വിറ്റണു. ഒന്നിനെ അപ്പോൾ എടുത്തു. നല്ല കുട്ടി വെച്ച് കമ്പുണ്ടായിട്ട് അതിനെ കൊണ്ടുപോവാ. പിന്നല്ല വിറ്റിട്ടില്ല. അവിടെ ഉണ്ട്. പിന്നല്ല പോത്ത് കച്ചവടം. വലിയ കച്ചവടം എല്ലാവരും ആവും. വലിയ പാമ്പൊക്കെ ഇട്ടിട്ട് ഉപയോഗിക്കട്ടെ, ഉഷാറാവട്ടെ. ഏതായാലും പിന്നെ സാമർത്ഥ്യത്തിൽ കാര്യങ്ങൾ ചെയ്താലേ അവരും പിടിച്ചേക്കാൻ കഴിയും. 2030-40കളിലൊക്കെ നല്ലൊരു കച്ചവടക്കാരൻ നമ്മൾ പ്രതീക്ഷിക്കാനായിരുന്നു. വലിയ പല്ലൊന്നും പറഞ്ഞിട്ടില്ല. ഒരു 8 മാസം 9 മാസം പ്രായമുള്ള കുട്ടികളല്ലേ. വാപ്പ
നീച്ചായോ അതാണോ ഇപ്പൊ അതല്ലേ നീച്ച കിട്ടില്ല ആ ഓട്ടർസിന്റെ ഉള്ളിൽ ഇങ്ങനെ ആ ഉള്ളിലുണ്ടല്ലേ മൂപ്പര് അറിയാം മൂപ്പര് ചിലപ്പോ എന്നെ അറിയണ്ടാവും പാപ്പാക്കറി ഇപ്പൊക്കെ അറിയോ അനക്കെന്താണ് എന്റെ പ്രായമുള്ള കുട്ടികളോട് പറയാനുള്ളത് എന്റെ പ്രായമുള്ള കുട്ടികളോട് പറയാനുള്ളത് ഇങ്ങനത്തെ കാര്യത്തേക്ക് ഇറങ്ങണം വേണ്ടേ ഇന്നത്തെ കാര്യത്തേക്ക് പൂതിയുള്ളവർക്ക് ഇറങ്ങാം പക്ഷെ അതിന്റെ ഒപ്പം പഠിപ്പും വേണം പഠിപ്പാ അത് നല്ല പോയിന്റാണ് ഇത് പറഞ്ഞത് പഠിപ്പ് ഇട്ടെറിഞ്ഞിട്ടുള്ള ഏർപ്പാടാണ് അല്ലേ ഇതുണ്ടായിക്കോട്ടെ അതിന്റെ ഒപ്പം പഠിപ്പും വേണം പഠിപ്പും വേണം അങ്ങനെയാണെങ്കിൽ ഇറങ്ങാം അല്ലെങ്കിൽ പണി പാളും എത്ര ഇപ്പൊ പിന്നെ ഏത് സ്കൂളിൽ പഠിക്കണം ഞാൻ പൂക്കോട്ടൂർ IPS സ്കൂൾ പൂക്കോട്ടൂർ 6ാം ക്ലാസ്സിലല്ലേ നല്ല മെസ്സേജ് ആയിട്ട് കൊടുത്തു കേട്ടോ കാരണം ചില ആൾക്കാർ വിചാരം എന്താ വെച്ചാൽ ഇപ്പൊ പഠിപ്പൊക്കെ ഇട്ടെറിഞ്ഞിട്ട് ഇതിൽ മാത്രമാണ് കാര്യം പഠിപ്പിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്നുള്ളത് ഈ പറഞ്ഞിപ്പോ അല്ലേ കുറച്ചുകൂടി വൈറലാവും കാര്യങ്ങൾ പഠിപ്പില്ലെങ്കിൽ കാര്യം പോയി കാര്യം പോയി പഠിപ്പും ഉണ്ടെങ്കിൽ ഇതും ഉണ്ടെങ്കിൽ നമ്മൾ വിജയിക്കും പൊന്തി വരും നമ്മളെ മെയിന് പഠിപ്പ് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളേക്ക് നമ്മളേക്ക് വരണം നമുക്കൊരു വിഷയമില്ല നമ്മളോട് അംഗീകാരം കിട്ടല്ലേ ഓ ഇതിൽ കൂടി അറിവും കൂടി ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളും കൂടി ഇതിൽ ഉപയോഗപ്പെടുത്താം ഇപ്പോൾ പരീക്ഷയാണ് സ്കൂളിൽ ക്രിസ്മസ് പൂട്ടിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം വിളിച്ചിരുന്നു അല്ല ഇവിടെ ഉസ്മാനാക്കൊക്കെ വിളിച്ചിരുന്നു എൻ്റെ അടുത്ത് നമ്പറില്ല അപ്പോൾ ഉസ്മാനാക്കൊക്കെ വിളിച്ചാണ്ട് ആരാ ചോദിച്ചിരുന്നു വല്ലൊക്കെ പല്ലറിഞ്ഞിട്ടില്ലേ ചെറിയ കുട്ടികളല്ലേ ചെറിയ നിക്ക അവിടേക്ക് ടൈം ആയിട്ടില്ലല്ലോ നമ്മള് വിൽക്കും ആള് വന്നിട്ടില്ലല്ലോ നമ്മള് 5 32 വേന് ഇത് 29 വേന് ഇത് ഇങ്ങനെ 5 ഈ 5 32 ഒക്കൂല Thank you.